ഡെഡ് ബൈക്കാണ് 2024 മോഡൽ. നമുക്ക് ഉദ്ദേശിക്കുന്ന വില 26,000 രൂപയാണ്. സെയിം റേറ്റ് തന്നെ, 26,000 രൂപ തന്നെ ഇരിക്കുന്നതെല്ലാം. ഇത് 4 സ്ട്രോക്കാണ്, ഇത് 32 വരും ഫൈനൽ. ആ രണ്ടും 4 സ്ട്രോക്കാണ്, ബാക്കി ഇരിക്കുന്നതെല്ലാം 2 സ്ട്രോക്കാണ്. 2017 മുതൽ 15 മുതൽ 15, 16, 17, 18 ആ കാറ്റഗറിയിലുള്ള എല്ലാം ലോൺ കൊടുക്കുന്നു. ഇത് 2021 മോഡൽ ഡൊമിനാർ 250 ആണ്. സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്, ABS വരുന്ന ടൈപ്പാണ്. 2022 മോഡൽ 100, ഒരു 10,000 കിലോമീറ്റർ ആണ് കൂടി. 10,000 കിലോമീറ്റർ. സിംഗിൾ ഓൺഷിപ്പാണ്, ABS വരുന്ന ടൈപ്പാണ്. 2017 മോഡൽ ക്ലാസിക് ഫസ്റ്റ് ഓൺഷിപ്പ് വണ്ടിയാണ്. 66,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നോൺ ABS ആണ്. 2018 മോഡൽ ഹിമാലയൻ സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്, നോൺ ABS വരുന്ന ടൈപ്പാണ്. ടയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യമുണ്ട്. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് അതുപോലെ മേവറം തന്നെയാണ്, കൊല്ലം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാലേ, കുറേയധികം ബൈക്കുകൾ വന്ന് കിടപ്പുണ്ട്. ചെറിയതും കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയുള്ള ബൈക്കടക്കമുള്ള ബൈക്കുകൾ വന്ന് കിടപ്പുണ്ട്. 25 മൈലേജൊക്കെ ഉള്ള വണ്ടികളാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്തരത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് വണ്ടി എടുത്ത് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന വീട്ടുകാരുണ്ടെങ്കിൽ അവർക്കും കാണാൻ പറ്റിയൊരു നല്ല വീഡിയോ ആയിരിക്കും. അതേപോലെ തന്നെ ഏറ്റവും ഫ്രീക്ക് ചേട്ടന്മാർക്കും സഹോദരങ്ങൾക്കും വേണ്ടുന്ന എല്ലാ ടൈപ്പ് ബൈക്കുകളും, എന്നാൽ എക്സിക്യൂട്ടീവ് ജോബിന് പോകുന്ന എല്ലാവർക്കും പോകാൻ പറ്റിയ നല്ല ബൈക്കുകൾ, അത്തരത്തിലുള്ള ഒരുപാടധികം വണ്ടികൾ വന്ന് കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വരാം. 2022 മോഡൽ MT ആണ്. അപാകത എന്ന് പറഞ്ഞാൽ ചെറിയ ആക്സിഡൻറ്റ് ഹിസ്റ്ററി ഉണ്ട്. അത് നമ്മൾ പറഞ്ഞ കസ്റ്റമർക്ക് കൊടുക്കത്തുള്ളൂ വണ്ടി. പിന്നെ സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. 13,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി. ടയർ അത്യാവശ്യം ഓടാനുണ്ട്. 13 ഓടിയിട്ടുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ ഒക്കെ തന്നെ, ജെനുവിൻ കിലോമീറ്റർ ആണ്. എഞ്ചിൻ സൈഡൊക്കെ പക്കയല്ലേ? എഞ്ചിൻ സൈഡൊക്കെ പക്കയാണ്. ടയർ എല്ലാം കുഴപ്പമില്ല. 13 ഓടിയ ടയർസ് തന്നെ അല്ലേ? 13 ഓടിയ ടയറാണ്. എത്ര ചോദിക്കുന്നത്? നമ്മൾ ചോദിക്കുന്ന പ്രൈസ് 1,45,000 ആണ്. റെഡി ക്യാഷ് ആണെങ്കിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. റെഡി ക്യാഷ് ആണ്. ലോൺ സൗകര്യം കിട്ടും? ലോൺ കിട്ടും. മാക്സിമം നമ്മളൊരു 40 രൂപ വരെ ലോൺ കിട്ടും. ഈ ഇൻഡിക്കേറ്ററിൻ്റെ ഇതൊക്കെ പോയിട്ടുണ്ടല്ലോ, അത് ക്ലിയർ ചെയ്യുമോ? ഇൻഡിക്കേറ്ററൊക്കെ നമുക്ക് ഈ വണ്ടി മൊത്തം ക്ലിയർ ചെയ്തേ ഇവിടെ നിന്ന് ഇറക്കത്തുള്ളൂ. സർവീസ് ചെയ്ത് പോളിഷ് ചെയ്ത് വൃത്തിയാക്കി ഇറക്കത്തുള്ളൂ. 2021 മോഡൽ MT ആണ്. സിംഗിൾ ഓൺഷിപ്പാണ്. അത്യാവശ്യം ടയറും കാര്യങ്ങളുണ്ട്. പിന്നെ ഇത് ഉദ്ദേശിക്കുന്ന വില 1,40,000 രൂപയാണ്. നമുക്ക് ഫൈനൽ 1,32,000 കൊടുക്കാം. കിലോമീറ്റർ എത്ര ഓടി? കിലോമീറ്റർ ഒരു 56 ഓടിയിട്ടുണ്ട്. 56. ആ, വേറെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ടയർ കണ്ടീഷനൊക്കെ? ടയർ അത്യാവശ്യം ടയറുണ്ട്. പുതിയ ടയർ ഇട്ടേക്കാണോ? പുതിയ ടയർ ഇട്ടിരിക്കും. അടുത്തത് 2018 മോഡൽ 220 ആണ്. തേർഡ് ഓൺഷിപ്പ് വണ്ടിയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് 67 രൂപയാണ്. ഫൈനൽ നമുക്കൊരു 65 രൂപ കൊടുക്കാം. അത്യാവശ്യം ടയറും കാര്യങ്ങളെല്ലാം ഉണ്ട്. കിലോമീറ്റർ എന്തോ? കിലോമീറ്റർ 50,000 ഓടിയിട്ടുണ്ട്. 50? ആ. എഞ്ചിനൊക്കെ പക്കയാണ്. നമ്മൾ എഞ്ചിൻ വാറണ്ടി 10 ദിവസം കൊടുക്കുന്നുണ്ട്. 10 ദിവസം? അതായത് എടുത്തുകൊണ്ട് 10 ദിവസത്തിനൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കും. വണ്ടി തരുമ്പം ഈ കണ്ടീഷൻ ആയിരിക്കത്തില്ല. സർവീസ് ചെയ്ത് പോളിഷ് ചെയ്ത് വൃത്തിയാക്കി കൊടുക്കത്തുള്ളൂ. 2018 മോഡൽ 220 സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. നമ്മൾ ഉദ്ദേശിക്കുന്നത് 67 ആണ്. ഫൈനൽ നമുക്കൊരു 65 രൂപ കൊടുക്കാം. ടയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ട്. ഇത് കിലോമീറ്റർ 64,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 64. റീപ്ലേസ്മെന്റ് ആയിട്ടൊന്നുമില്ല. ഇല്ല. ജെനുവിൻ വണ്ടി തന്നെയാണ്. ജെനുവിൻ വണ്ടിയാണ്. വേറെ അപാകതകളൊന്നുമില്ല. ടയറും ഒക്കെ കൊള്ളാം അല്ലേ? ടയറും അത്യാവശ്യം എല്ലാം ഉണ്ട്. അല്ല, ബാക്ക് ടയർ നല്ല ടയറുണ്ട് കേട്ടോ. ബാക്ക് ടയർ ഓടാനുണ്ട്. നല്ല ടയറുണ്ട്. 2021 മോഡൽ FC 12,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ടയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ട്. ഓണർഷിപ്പ് ഫസ്റ്റ് ആണ്. ഉദ്ദേശിക്കുന്നത് 97 ആണ്. ഫൈനൽ 95 രൂപ കൊടുക്കും. 95,000. ആ, ഇത് 95 എന്ന് പറയുമ്പോൾ ഇത് എത്ര ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും നമുക്ക്? ഒരു 95 എന്ന് പറഞ്ഞാൽ ഒരു 15 രൂപ 20 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും. ഇത് 2020 ഈ സെയിം മോഡൽ തന്നെ, 2021 മോഡലാണ്. പക്ഷേ 19,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെയിം റേറ്റ് തന്നെ, 97 രൂപ തന്നെ. ഇത് നമുക്ക് 95 രൂപയ്ക്ക് ഫൈനൽ ചെയ്ത് കൊടുക്കാം. വേറെ അപാകതകളൊന്നും പറയാനൊന്നുമില്ല. ഇത് 2017 മോഡൽ NS 200 ആണ്. 19,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. ഇത് നമുക്കൊരു 75 ആണ്. ഫൈനൽ ഒരു 73 രൂപ കൊടുക്കാം റെഡി ക്യാഷ് ആണെങ്കിൽ. ഈ 19,000 കിലോമീറ്റർ പറയുന്നത് കിലോമീറ്റർ ജെനുവിൻ കിലോമീറ്റർ ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 75 ആണ്. നമുക്ക് 73 രൂപ ഫൈനൽ ചെയ്ത് കൊടുക്കാം. 73.
2022 മോഡൽ NS 200 23,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ABS വരുന്ന ടൈപ്പാണ്. നമുക്കൊരു 1,40,000 രൂപയാണ് ഉദ്ദേശിക്കുന്നത്. ഒരു 2,000 രൂപ അഡ്ജസ്റ്റ് ചെയ്ത് 1,32,000 രൂപ കൊടുക്കാം ഫൈനൽ ചെയ്ത്. റെഡി ക്യാഷ് ആണെങ്കിൽ റെഡി ക്യാഷ് ആണെങ്കിൽ ലോൺ സൗകര്യമാണെങ്കിൽ കിട്ടും. ലോൺ സൗകര്യമാണെങ്കിലും നമുക്ക് 1,32 കൊടുക്കാം. ലാസ്റ്റ് ഫൈനലാണ്, അതിൽ കുറയത്തില്ല. ലാസ്റ്റ് റേറ്റാണ് പറയുന്നത്. 2018 മോഡൽ NS 200 സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. നമുക്കൊരു 85 രൂപയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന വില. നമുക്കൊരു 83 ഫൈനൽ ചെയ്ത് കൊടുക്കാം. 83 പെയിന്റ് പോയതൊക്കെ ക്ലിയർ ചെയ്യുമോ? അതൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കും. ക്ലിയർ ചെയ്യും. പെയിന്റ് ചെയ്ത് പോളിഷ് ചെയ്തൊക്കെ കൊടുക്കുന്നല്ലേ? വണ്ടി വൃത്തിയാക്കി പോളിഷ് ചെയ്ത് ക്ലിയർ ആക്കി കൊടുക്കുന്നു. ഏകദേശം ഷോറൂം സർവീസ് ആക്കി കൊടുക്കത്തുള്ളൂ. വേറെ അപാകതകളൊന്നും പറയാനില്ല. ഇത് 2022 മോഡൽ NS 125 ആണ്. സെക്കൻഡ് ഓൺഷിപ്പ് വണ്ടിയാണ്. 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ജനുവൻ കിലോമീറ്റർ തന്നെ അത്. ടയറും കാര്യങ്ങളും അത്യാവശ്യമുണ്ട്. നമുക്ക് ഒരു 70 രൂപയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന വില. നമുക്കൊരു 68 രൂപ കൊടുത്തേക്കാം. 68 സിംഗിൾ ഓണറാണ്. സെക്കൻഡ് ഓണറാണ്. സെക്കൻഡ് ഓണർ 2019 മോഡൽ തണ്ടർബേർഡ് X. ABS വരുന്ന ടൈപ്പാണ്. നമുക്കൊരു 1,02,000 രൂപയ്ക്ക് ലാസ്റ്റ് ഫൈനൽ ചെയ്ത് കൊടുക്കാം. അപ്പം റൗണ്ട് ചെയ്തത് 1,00,000 ആക്കി. 1,00,000 കൊടുക്കാം ഫൈനൽ ചെയ്ത്. 1,00,000. ടയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യമുണ്ട്. വേറെ അപാകതകളൊന്നും പറയാനില്ല. സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. സിംഗിൾ ഓണറാണ്. ഇത് 2021 മോഡൽ അപ്പാച്ചി ആർടിആർ 200 സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. ABS വരുന്ന ടൈപ്പാണ്. നമുക്കൊരു ഫൈനൽ ഒരു 95 രൂപ കൊടുക്കാം. റീപ്ലേസ്മെന്റ് ഇത് 1,10 വിൽക്കുന്ന വണ്ടിയാണ്. 2021 മോഡലാണ്. വേറെ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒരു കുഴപ്പമില്ല. ലോൺ സൗകര്യമുണ്ട്. നമുക്കൊരു 15 രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ച് അടക്കാൻ പറ്റും. ഇത് 2021 എക്സ്പൾസ്. ഇതിലിത്തിരി തുരുമ്പ് കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ആ റേറ്റേ പറയുന്നുള്ളൂ. നമുക്കിത് ഫൈനലൊരു 1,02,000 രൂപ കൊടുക്കാം. 1,02,000. ഇറങ്ങിയപ്പോൾ എന്തായിരിക്കും വില? ഇറങ്ങിയപ്പോൾ ഒരു മാക്സിമം ഒരു 1,65,000-70 വില ഉണ്ടായിരുന്നു ഇറങ്ങിയ സമയത്ത്. ഇതിപ്പോൾ എത്ര കിലോമീറ്റർ ഓടി? ഇത് കിലോമീറ്റർ 41. ജനുവൻ കിലോമീറ്റർ ആണ്. സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. വേറെ അപാകതകളൊന്നുമില്ല. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. ഇത് 2021 എക്സ്പൾസ് ആണ്. സെയിം റേറ്റ് തന്നെ. 1,05,000 രൂപ. നമുക്ക് ഫൈനൽ 1,02,000 രൂപ കൊടുത്തേക്കാം. സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. ABS ഉള്ള വണ്ടിയാണ്. എന്താ ഓടിയിട്ടുണ്ട്? നമുക്കൊരു 41,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 41 ജനുവൻ കിലോമീറ്റർ ആണ്. 2021 മോഡൽ യൂണിക്കോൺ ആണ്. 20,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ജനുവൻ കിലോമീറ്റർ ആണ്. സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. ടയറും കാര്യങ്ങളും അത്യാവശ്യമുണ്ട്. ABS വരുന്ന മോഡലാണ്. നമുക്ക് ഫൈനലി ഒരു 82,000 രൂപ കൊടുക്കാം. 82. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ 85 ആണ്. ഫൈനലി 82 രൂപ കൊടുക്കാം. 2022 മോഡൽ ജിക്സർ ആണ്. 150. ഇത് നമുക്കൊരു 1,10 ഉദ്ദേശിക്കുന്നത്. നമുക്ക് 1,05,000 രൂപ കൊടുക്കാം. ഒരു 10,000 കിലോമീറ്ററിനകത്ത് ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. ABS വരുന്ന ടൈപ്പാണ്. 1,10 നമുക്ക് ഫൈനൽ 1,5 കൊടുത്താൽ 1,5 ഫൈനലാണ്. ഇനി മാറ്റി ചോദിക്കരുത്. 2012 മോഡൽ V2 ആണ്. സെക്കൻഡ് ഓൺഷിപ്പ് വണ്ടിയാണ്. ABS വരുന്ന ടൈപ്പാണ്. ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കൊരു ഉദ്ദേശിക്കുന്നത് 40 ആണ്. നമുക്കൊരു 35 രൂപയ്ക്ക് ഫൈനൽ ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് 35,000 രൂപയ്ക്ക്. വെറും 35,000 രൂപയ്ക്ക്. ഏത് വർഷമായിരുന്നു? 2012 മോഡൽ. എത്ര കിലോമീറ്റർ ഓടി? കിലോമീറ്റർ 90 റേഞ്ച് ഓടിയിട്ടുണ്ട്. 2018 മോഡൽ V3 തേർഡ് ഓൺഷിപ്പ് വണ്ടിയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന വില 1,10,000 ആണ്. നമുക്ക് 1,05,000 രൂപയ്ക്ക് ഫൈനൽ ചെയ്ത് കൊടുക്കാം. എന്താ കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 40 മേളിൽ ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് തേർഡാണ്. റീപ്ലേസ്മെന്റ് ആയിട്ടൊന്നുമില്ല. 2023 V4 സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. ABS വരുന്ന ടൈപ്പാണ്. ടയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ട്. നമുക്ക് ഫൈനൽ ചെയ്തൊരു 1,65,000 നമ്മൾ ഉദ്ദേശിക്കുന്നത്. 1,62,000 രൂപ കൊടുത്തേക്കാം. 1,62. 22 മോഡൽ V4 M എഡിഷൻ ആണ്. റേറ്റ് ഇതിലും കൂടിയ വണ്ടിയാണിത്. M എഡിഷൻ എന്ന് പറയുന്നത്. ABS വരുന്ന ടൈപ്പാണ്. സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. 19,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നമുക്ക് 1,60,000 ഉദ്ദേശിക്കുന്നത്. 1,58,000 രൂപ കൊടുത്തേക്കാം. ഇത് 2021 V4 ആണ്. സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. 17,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ടയറും കാര്യങ്ങൾ അത്യാവശ്യമുണ്ട്. ABS വരുന്ന ടൈപ്പാണ്. ഇത് നമുക്കൊരു
1,50,000 ഉദ്ദേശിക്കുന്നത്. ഒരു 1,53 കൊടുത്തേക്കാം. 1,53. ഇത് 2022 മോഡൽ RS200 ABC വരുന്ന ടൈപ്പാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. എത്ര ചോദിക്കുന്നത്? നമ്മൾ ചോദിക്കുന്ന റേറ്റ് 1,47,000 ആണ്. ഫൈനലി ഒരു 1,45,000 കൊടുത്തേക്കാം. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ ഒരു 25 ഓടിയിട്ടുണ്ട്. 25,000 മാത്രം. 25,000. 2017 മോഡൽ RS200 ABC വരാത്ത ടൈപ്പാണ്. നമുക്ക് ABC വരത്തില്ല. ABC ഇല്ലാത്ത ടൈപ്പാണ്. 98 നമ്മൾ ഉദ്ദേശിക്കുന്ന വില. നമുക്കൊരു 96 കൊടുക്കാം ഫൈനൽ ചെയ്ത്. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് ഫസ്റ്റ്. കിലോമീറ്ററോ? കിലോമീറ്റർ ഒരു 25 മേലെ ഓടിയിട്ടുണ്ട് വണ്ടി. 25,000 മേലെ. 2018 മോഡൽ RS200 ABC വരുന്ന ടൈപ്പ്. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. കിലോമീറ്റർ ഒക്കെ എന്തോ ഓടി? കിലോമീറ്റേഴ്സ് വരുമ്പോഴത്തേക്ക് ഒരു 56,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ജെന്യൂൻ കിലോമീറ്റർ ആണ്. ഓണർഷിപ്പ് സെക്കൻഡ്. 1 ലക്ഷമാണ്. നമുക്കൊരു അഡ്ജസ്റ്റ് ചെയ്ത് ഒരു 96,000 രൂപയ്ക്ക് കൊടുക്കാം. 96,000 രൂപയ്ക്ക്. 2018 മോഡൽ തേർഡ് ഓണർഷിപ്പ് ഡോമിനാർ 400 ABC വരുന്ന ടൈപ്പാണ്. 29,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കിലോമീറ്റർ ജെന്യൂൻ തന്നെയാണ്. ഓടിയ ടയർ തന്നെയല്ലേ കിടക്കുന്നത്? ഓടിയ ടയർ തന്നെ. എഞ്ചിൻ സൈഡൊക്കെ നല്ലതല്ലേ? എഞ്ചിൻ പക്കയാണ്. എഞ്ചിൻ വാറന്റിയും ഒരു 10 ദിവസം കൊടുക്കുന്നുണ്ട്. എത്ര ചോദിക്കുന്നത്? നമ്മൾ ചോദിക്കുന്ന റേറ്റ് 1,10,000 ആണ്. റെഡി ക്യാഷ് ആണ്. നമുക്ക് 1,05,000 രൂപ 5,000 രൂപ കൊടുക്കാം. റെഡി ക്യാഷ് ആണെങ്കിൽ ഇത് 35 രൂപ കൊണ്ട് ഇറക്കാൻ പറ്റും. ലോൺ ആണെങ്കിൽ എത്ര വർഷം വരെ ഇത് കിട്ടും? ലോൺ നമ്മളൊരു 3 വർഷമുണ്ട്, 2 വർഷമുണ്ട്, 1 വർഷമുണ്ട്. അങ്ങനെ വർഷങ്ങളുടെ ഇത് വെച്ചിട്ടേ? വർഷങ്ങൾ വെച്ച്. ഏതൊക്കെ വർഷങ്ങളാണ്? ഇപ്പം എത്ര വർഷം തൊട്ടുള്ള നിങ്ങൾ ലോൺ കൊടുക്കുന്നത്? 2017 മുതൽ 15 മുതൽ 16, 17, 18 ആ കാറ്റഗറിയിലുള്ള എല്ലാം ലോൺ കൊടുക്കുന്നുണ്ട്. ഇത് 2021 മോഡൽ ഡോമിനാർ 250 ആണ്. സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. ABC വരുന്ന ടൈപ്പാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് 1,40,000 ആണ്. നമുക്ക് ഫൈനൽ 1,30,000 രൂപ കൊടുത്തേക്കാം. സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. കിലോമീറ്റർ ഒരു 27,000 ഓടിയിട്ടുണ്ട്. 41 ഓടിയിട്ടുണ്ട്. 41. 2020 മോഡൽ ഡ്യൂക്ക് 250 സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. ABC വരുന്ന ടൈപ്പാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് 1,80,000 രൂപയാണ്. ഫൈനലി നമുക്ക് 1,75 കൊടുത്തേക്കാം. 1,75. എഞ്ചിൻ സൈഡൊക്കെ പക്കയാണ്. ടയറും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇത് 2017 മോഡൽ RC200 തേർഡ് ഓൺഷിപ്പ് വണ്ടിയാണ്. 33,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ABC വരാത്ത ടൈപ്പാണ്. ABS ഇല്ല. നമുക്ക് ഫൈനൽ 1,43 ചെയ്ത് കൊടുക്കാം. റെഡി ക്യാഷ് ആണെങ്കിൽ 1,43,000 രൂപയ്ക്ക്. 2022 മോഡൽ 100 ഒരു 10,000 കിലോമീറ്റർ കൊണ്ട് ഓടിയിട്ടുണ്ട്. 10,000 കിലോമീറ്റർ. സിംഗിൾ ഓൺഷിപ്പാണ്. ABC വരുന്ന ടൈപ്പാണ്. നമുക്ക് ഒരു 1,58 ചെയ്ത് കൊടുക്കാം ലാസ്റ്റ്. 1,58 റെഡി ക്യാഷ് ആണെങ്കിൽ. ഫിനാൻസ് അല്ല, റെഡി ക്യാഷ് ആണ്. 21 മോഡൽ ഹൈനസ് സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. ABC വരുന്ന ടൈപ്പാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് 1,70,000 രൂപയാണ്. നമുക്ക് ഫൈനൽ 1,68,000 രൂപ കൊടുത്തേക്കാം. കിലോമീറ്റർ ഒരു 18 സംതിങ് ഓടിയിട്ടുള്ളൂ. 19,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അപാകതകളൊന്നുമില്ല. വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നമ്മൾ ചോദിക്കുന്നത് 1,70,000 ആണ്. നമുക്ക് 1,61,000 രൂപയ്ക്ക് ഫൈനൽ ചെയ്ത് കൊടുക്കാം. 2017 മോഡൽ ക്ലാസിക് ഫസ്റ്റ് ഓൺഷിപ്പ് വണ്ടിയാണ്. 66,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നോൺ ABS ആണ്. സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. ടയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യമുണ്ട്. നമുക്കൊരു ഉദ്ദേശിക്കുന്നില്ല 1,05,000 രൂപയാണ്. നമുക്ക് 1,03,000 രൂപയ്ക്ക് ലാസ്റ്റ് ഫൈനൽ ചെയ്ത് കൊടുക്കാം. 1,03,000 രൂപയ്ക്ക്. എന്ത് ഓടിയിട്ടുണ്ട്? നമ്മൾ 66,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർ വണ്ടിയാണ്. 2018 മോഡൽ ഹിമാലയൻ സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. നോൺ ABS വരുന്ന ടൈപ്പാണ്. ടയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യമുണ്ട്. ഫൈനൽ നമുക്ക് 1,40,000 ഉദ്ദേശിക്കുന്നത്. നമുക്ക് 1,38,000 രൂപയ്ക്ക് ഫൈനൽ ചെയ്ത് കൊടുക്കാം. ഇത് മൈലേജ് ഒക്കെ എന്താണ്? അത്യാവശ്യം മൈലേജ് ഒരു 35 മൈലേജ് ഒക്കെ കിട്ടും. അത്രേ ഉള്ളൂ. 2021 മോഡൽ പൾസർ 220 സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. ABS വരുന്ന ടൈപ്പാണ്. നമുക്കൊരു ഫൈനൽ ചെയ്തൊരു നമ്മൾ ഉദ്ദേശിക്കുന്ന വില 1,00,000 രൂപയാണ്. നമുക്ക് 92,000 രൂപയ്ക്ക് ഫൈനൽ ചെയ്ത് കൊടുക്കാം. 92,000 രൂപയ്ക്ക്. ഡെഡ് ബൈക്കാണ്. 2024 മോഡൽ. നമുക്ക് ഉദ്ദേശിക്കുന്ന വില 26,000 രൂപയാണ്.
എല്ലാം സെയിം റേറ്റ് തന്നെ, 26,000 രൂപ തന്നെ ഇരിക്കുന്നതെല്ലാം. ഇത് 4 സ്ട്രോക്കാണ്, ഇത് 32 വരും ഫൈനൽ. ആ രണ്ടും 4 സ്ട്രോക്കാണ്, ബാക്കി ഇരിക്കുന്നതെല്ലാം 2 സ്ട്രോക്കാണ്. പെട്രോൾ ഒഴിക്കുന്ന എന്താണ് മൈലേജ് കാര്യങ്ങളൊക്കെ? മൈലേജ് നമുക്കൊരു 25, അത്രയും കിട്ടുമോ? 25 കിട്ടും മൈലേജ്. അതായത് നമ്മൾ ഫൈനൽ 26,000 രൂപ കൊടുക്കും. ഫൈനൽ 26,000 രൂപയ്ക്ക് ഫൈനലാണ്. അല്ല, നമ്മൾ കൊല്ലത്ത് നമ്മൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. കൊല്ലമുണ്ട്, എറണാകുളമുണ്ട്, കോഴിക്കോട്, മലപ്പുറം. അപ്പോഴേ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങൾ കാര്യങ്ങളെല്ലാം അവസാനിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞില്ലായിരുന്നു കൊച്ചുങ്ങളുടെയൊക്കെ വണ്ടി ഉണ്ടെന്ന്. കണ്ടിട്ട് എങ്ങനെയുണ്ട്? കൊള്ളാം. ഞാനത് ആ ടൈപ്പ് വണ്ടികൾ ഇവിടെ ഇങ്ങനെ സെക്കൻഡായിട്ട് കിടക്കുന്ന ആദ്യമായിട്ട് കാണുവാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്നവർ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. നല്ല നല്ല വണ്ടികൾ കിടപ്പുണ്ട്, അധികം ഓടാത്ത വണ്ടികളുണ്ട്, 10,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടികൾ കിടപ്പുണ്ട്. അപ്പോൾ നല്ല വണ്ടികൾ, അധികം യൂസ് ആയിട്ടില്ലാത്ത വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.